അതായത് ഒറ്റക്കണ്ണുള്ള ക്ഷേത്രം ലോകത്തിലെ ഒന്ന് മാത്രമാണ്. വേറെ ദേവദേവന്മാർക്ക് എല്ലാവർക്കും രണ്ട് കണ്ണുണ്ട്. ഇവിടുത്തെ ദേവിക്ക് ഇന്നും ഒറ്റക്കണ്ണായിട്ടാണ് പ്രതിഷ്ഠ. അത് ലോകത്തിലെ ഏക ക്ഷേത്രമാണിത്. PSC ക്വസ്റ്റ്യൻ വന്ന ചോദ്യം വരെ ഇതിലുണ്ട്. പിന്നെ കാര്യസാധ്യമാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും. നമ്മൾ അഭയവരദായിനിയായ ശൈവമായിട്ട് ഇരിക്കുന്ന, അതായത് വളരെ സാത്വികമായിട്ടിരിക്കുന്ന കുട്ടിത്തം എന്ന് പറയും, ആ കുട്ടിത്തത്തിലിരിക്കുന്ന ദേവിയാണ്. അപ്പോൾ എന്ത് ചോദിച്ചാലും കൊടുക്കും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇവിടെ പ്രധാനപ്പെട്ട വഴിപാടുകൾ എന്ന് പറഞ്ഞാൽ സ്വയംവര പൂജയാണ് ഇവിടുത്തെ ഏറ്റവും ഒരു പ്രധാനമായിട്ട് ഇപ്പോൾ ഹൈലൈറ്റായിട്ട് പോയിക്കൊണ്ടത്. അതായത് ഒരു ആദ്യം ഉണ്ടായിരുന്നില്ല, ഞാൻ വന്നതിന് ശേഷമാണ് അത് സ്വയംവര പൂജ ആയിട്ട് ആരംഭിച്ചത്. എല്ലാ കാർത്തികയ്ക്കാണ് ആരംഭിച്ചത്. ഒരുപാട് ആൾക്കാരുടെ വിവാഹങ്ങൾ നടക്കാണ്ടിരുന്നിട്ട് ഇവിടെ വന്ന് ഭഗവതിയുടെ മുമ്പിൽ പ്രാർത്ഥിച്ച് അതുപോലെ തന്നെ സ്വയംവര പൂജ നടത്തിയിട്ട് മൂന്നാമത്തെ വിവാഹങ്ങൾ വരെ ഇവിടെ ഈസി ആയിട്ട് നടത്തി കൊടുത്തതാണ് ഭഗവതിയാണ്. അത് അനുഭവത്തിൽ നിന്നാണ് പറയണത്. പിന്നെ തുലാമാസിലെ കാർത്തികയാണ് ഇവിടുത്തെ വിശേഷമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രതിഷ്ഠാദിനം മേടത്തിലെ പുണർതം നക്ഷത്രത്തിൽ അതും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 2ാമത്തെ വർഷമാണ് അത് ആയിക്കൊണ്ടിരിക്കുന്നത്. അതും നല്ല പൊതുജന പങ്കാളിത്തത്തോടെ എല്ലാവരും കൂടി നല്ല സഹകരിച്ച് നല്ല രീതിയിൽ പോകുന്നു.